ഹലോ എവ്രിവൺ, ഇന്ന് നമുക്കൊരു അടിപൊളിയായ ചുള്ളൻ ഉള്ളിത്തീയൽ ഉണ്ടാക്കാം. ചൂട് പറക്കുന്ന ചോറിൻ്റെ മുകളിലോട്ട് തീയലും നെയ്യും കൂടെ ഒന്ന് ഒഴിച്ച് കഴിച്ചു നോക്കുക. അസാധ്യ ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഉള്ളിത്തീയൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ചെറിയുള്ളി ചെറുതായി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ ഉള്ളി വഴറ്റിയെടുക്കാനായിട്ട് ഒരു ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. 3-4 പച്ചമുളക് കീറിയതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ബ്രൗൺ ആയി വരുന്നത് വരെ 5 മിനിറ്റ് എങ്കിലും നല്ല ഹൈ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കുക. ഉള്ളി ഈ പാകമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ ഉള്ളി തീയലിനായിട്ട് ഞാൻ ഇവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. തീയലിന് വറക്കാനായിട്ട് 2 കപ്പ് തേങ്ങ ചിരണ്ടിയതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പരന്ന ചീനിച്ചട്ടി ചൂടാക്കി ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം കായം ഇതിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇനി ഈ എണ്ണയിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചിരണ്ടിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയമിലോട്ട് മാറ്റുക. ഇനി കൈ വിടാതെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ തേങ്ങ ചിരണ്ടിയതെല്ലാം ഒരുപോലെ ബ്രൗൺ ആയിട്ട് വരണം. ചിരണ്ടിയ തേങ്ങ മിക്സിയിലിട്ടൊന്ന് 1 സെക്കൻഡ് പൾസ് ചെയ്തെടുത്താൽ എളുപ്പത്തിലും ഈവണായിട്ടും നമുക്ക് ബ്രൗൺ ആക്കി എടുക്കാൻ പറ്റും. തേങ്ങയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറിക്കഴിയുമ്പം ഇതിലോട്ട് 2-3 ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബ്രൗൺ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കരിഞ്ഞു പോയാൽ തീയലിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചീനിച്ചട്ടിയുടെ ചൂട് കൊണ്ട് പൊടികളുടെ പച്ചമണം മാറിക്കോളും. ഈ കൂട്ട് നല്ലതുപോലെ ഒന്ന് തണുക്കട്ടെ. അതിനുശേഷം മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് കണക്കിന് ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ആദ്യം തന്നെ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലോട്ട് പുളി പിഴിഞ്ഞൊഴിക്കാം. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് ഇരുന്ന് തിളയ്ക്കട്ടെ. ഇത് ഒരുവിധം നല്ലതുപോലെ കുറുകിയ ഒരു തീയലാണ്. കുറച്ച് നീണ്ടിരിക്കുന്ന തീയലാണ് ഇഷ്ടമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തീയൽ താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിലോട്ട് കടുകും ഉലുവയും ഇടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലോട്ട് ചെറിയുള്ളി അരിഞ്ഞതും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം തീയലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് 2 മിനിറ്റത്തേക്ക് അടച്ചു വെക്കാം. സൂപ്പർ ടേസ്റ്റിയായ ഒരു കിടിലൻ ഉള്ളിത്തീയലാണിത്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്.